ഹലോ, നമ്മൾ ട്രിവാൻഡ്രത്ത് കാര്യവട്ടത്ത് വിമൻസിൻ്റെ ഒരു ക്രിക്കറ്റ് മാച്ച് നടക്കുന്നുണ്ടായിരുന്നേ. 2020 ശ്രീലങ്കയും നമ്മുടെ ഇന്ത്യൻ ടീമുമായിട്ട്. അത് കാണാനായിട്ട് ഞാനും എൻ്റെ ഒരു കസിനുമായിട്ട് പോവാണേ. ഞങ്ങളവിടെ എത്തിയപ്പോഴത്തേനും അവിടെ നമ്മുടെ ഈ പോലീസ് ചേട്ടന്മാരൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ നോക്കിയപ്പോഴത്തേനും അവിടെ നമ്മുടെ ജേഴ്സിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ സ്മൃതി എന്ന് പറഞ്ഞിട്ടുള്ള നമ്മളൊരു പുള്ളിക്കാരത്തിയുടെ ജേഴ്സി മേടിച്ചിട്ട് ഞങ്ങളിങ്ങനെ പോവാണ്. ഇതാണ് അഞ്ചു, എൻ്റെ കസിൻ. പിന്നെ ഞങ്ങളിങ്ങനെ നടന്ന് അവിടുന്ന് കുറച്ച് ദൂരം നടക്കാനുണ്ട്. അങ്ങനെ ഞങ്ങൾ നടന്ന് ഈ പറയുന്നത് എന്തെന്നറിയോ, കളി കണ്ടിട്ട് വരാമെന്നാണ് ഉദ്ദേശിച്ചത്. പിന്നെ നടന്ന് പിന്നെയും നടന്ന് നമ്മൾ അവിടെ ഒരു ഫ്രണ്ടിനെ കണ്ടായിരുന്നു ചേച്ചിയുടെ. അങ്ങനെ പുള്ളിക്കാരൻ്റെ അടുത്ത് സംസാരിച്ചിട്ട് പിന്നെയും ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് ദൂരം നടന്ന് നമ്മുടെ സ്റ്റേഡിയത്തിൻ്റെ ഉള്ളിലോട്ട് കയറാനായിട്ട് പോവായിരുന്നു. അവിടെ നമ്മൾ എൻട്രിയുടെ അവിടെ വന്നിട്ട് നല്ല രീതിയിൽ ചെക്കിങ് ഉണ്ടായിരുന്നു കേട്ടോ. ഫസ്റ്റ് ചെക്കിങ് കഴിഞ്ഞു, പിന്നെ രണ്ടാമത്തെ ചെക്കിങ്ങിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ നടക്കുമായിരുന്നു. അവിടെ നിന്ന് നടന്ന് കുറച്ച് ദൂരം കൂടെ നടന്ന് എത്തിയപ്പോഴത്തേനും നമുക്ക് കയറാനായിട്ടുള്ള ഗേറ്റിൻ്റെ അവിടെ എത്തിയായിരുന്നു. ഇത് നൈറ്റ് ഗേറ്റായിരുന്നു, പക്ഷെ നമുക്ക് പോകേണ്ടിയിരുന്നത് 5th ഗേറ്റിലായിരുന്നു. അങ്ങനെ ഇവിടുത്തെ സ്റ്റെപ്പെല്ലാം കയറി ഞങ്ങൾ അവിടെ എത്താറായപ്പോഴത്തേനും എൻ്റെ കയ്യിലൊരു പവർ ബാങ്ക് ഉണ്ടായിരുന്നേ. ആ പവർ ബാങ്ക് അതിനകത്ത് കയറ്റത്തില്ല എന്ന് പറഞ്ഞു. പിന്നെ അത് അവിടെ വെച്ചിട്ട് ഞങ്ങൾ അങ്ങകത്ത് കയറി ഒരു 5:30 ആയപ്പോഴത്തേക്കും ഞങ്ങൾ ഉള്ളിൽ കയറിയായിരുന്നു. നമ്മളവിടെ പോയപ്പോഴത്തേനും കുറച്ച് ആൾക്കാരെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു അയ്യോ ആൾക്കാരുണ്ടാകത്തില്ലെന്ന്. പിന്നെ നമ്മുടെ പിള്ളേരൊക്കെ ടീംസ് വന്നു, അവരിങ്ങനെ പ്രാക്ടീസൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഞങ്ങളുടെ കുറച്ച് ഗോഷ്ഠികളും ഞങ്ങളുടെ കുറച്ച് അലമ്പത്തരമൊക്കെ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങളതൊക്കെ കളികളൊക്കെ കണ്ടിട്ട് കുറച്ച് സമയം അവിടെ വെയിറ്റ് ചെയ്തു. പിന്നെ ഞങ്ങൾ നോക്കിയപ്പോഴത്തേനും അവിടെ ആരും ഇല്ല. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇനി ഇവിടെ കളി കാണാനായിട്ട് ഇനി ആരും ഇല്ലേ, തിരക്കൊന്നും ഉണ്ടാകത്തില്ലേ, നമ്മൾ മാത്രമേ കാണത്തുള്ളൂ എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ ഇരുന്നപ്പോഴത്തേനും ഒരു 7-7:30 കഴിഞ്ഞപ്പോഴത്തേനും എൻ്റെ മക്കളെ അവിടെ അങ്ങോട്ട് ജനസാഗരം എന്നൊക്കെ പറയില്ല നമ്മൾ, അതുപോലൊരു ഐറ്റമായിരുന്നു. അമ്മാതിരി തിരക്കായിരുന്നു, നല്ല രീതിയിൽ തിരക്കൊക്കെ ആയിരുന്നു. പിന്നെ അവിടെ നമ്മുടെ ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുള്ള കളിയൊക്കെ കഴിഞ്ഞ് ഒരു 10:30 മണി കഴിഞ്ഞപ്പോഴത്തേന് കളിയൊക്കെ കഴിഞ്ഞു കേട്ടോ. പിന്നെ നമ്മൾ അവർക്ക് ഈ ട്രോഫിയൊക്കെ കൊടുക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തായിരുന്നു, നമ്മുടെ പിള്ളേരല്ലേ. അങ്ങനെ നമ്മൾ അവിടെ വെയിറ്റ് ചെയ്ത് ട്രോഫിയൊക്കെ കൊടുക്കുന്നത് കണ്ട് പിന്നെ അവരുടെ കൂടെ ഒരു ഫോട്ടോയൊക്കെ എടുക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും നടക്കത്തില്ല എന്നറിയാമെന്നുള്ളത് കൊണ്ട് പിന്നെ നമ്മൾ കാണാനുള്ള ആ ഒരു ഈ ക്യൂരിയോസിറ്റിയിൽ നമ്മൾ പിന്നെ ആ ട്രോഫിയൊക്കെ കൊടുക്കുന്നത് കണ്ടിട്ട് ഞങ്ങൾ ഇറങ്ങിയായിരുന്നു. ഒരു 11:30 മണിയായിട്ടുണ്ടാവും. ഞങ്ങളിങ്ങനെ നടന്ന് വീട്ടിലോട്ട് പോവാണേ. പിന്നെ ഒരു 12:30 മണിയായപ്പോഴേക്കും ഞങ്ങൾ വീടെത്തി. ബൈ.